ഒരു പെൺകുട്ടിയാണ്, അന്ന് വളരെ ചെറുപ്പമാണ്. പെട്ടെന്ന് ഒരാളുടെ ഒരു അന്യ പുരുഷൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ഡ്രസ്സ് ഊരുന്ന ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത മൊമെൻ്റാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ബേജാറായി ആ സ്റ്റേജിലേക്ക് തിരിച്ചു കയറേണ്ട ടൈമിംഗ് ഒക്കെ തെറ്റി ആകെ കുഴപ്പമാകുമായിരുന്നു. എന്താ പറയണ്ട, പൊട്ടിച്ചിരി സൃഷ്ടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ്, ഭയങ്കര കൗണ്ടർ ഡയലോഗ്സ് ആണ്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റാണ്. അവൾ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മിമിക്രിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചില ആളുകളുമായിട്ട് നമുക്കെന്തോ ഒരു മുജന്മ ബന്ധമുണ്ടെന്ന് തോന്നും. കാരണം അവസാന നിമിഷങ്ങളിൽ എങ്ങനെയെങ്കിലും നമ്മൾ അവരെ മീറ്റ് ചെയ്യും. എത്ര കാലം ഇടവേള വന്നാലും അവർ വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് കൃത്യമായി നമുക്ക് കാണാനൊരു അവസരം ഉണ്ടാകും. ഞാൻ സിനിമയിൽ കമൽ സാറിൻ്റെ ഓടൊപ്പം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്നു. അങ്ങനെ ഒരു 5-6 സിനിമകൾ കഴിഞ്ഞപ്പോൾ വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് കമൽ സാറിൻ്റെ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തു. ദിലീപിൻ്റെ വരവോട് കൂടിയിട്ട് കൊച്ചിയിലെ മിമിക്രിക്കാരുമായിട്ട് ഉള്ള ഒരു പരിചയത്തിലേക്കും ബന്ധത്തിലേക്കും ഒരു വാതായനം തുറക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ദിലീപ് വഴി അന്നത്തെ ലീഡിങ് മിമിക്രിക്കാരായ അബി, നാദിർ ഷാ, ഹരിശ്രീ അശോകൻ, മച്ചാൻ വർഗീസ്, ഷിയാസ്, ബേബി പെട്ട, അങ്ങനെ ആ ജനറേഷനിലുള്ള മിമിക്രിക്കാരായിട്ട് മുഴുവൻ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. അവരൊക്കെ ആയിട്ട് നല്ല പരിചയം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് കൊച്ചിയിൽ ഈ മിമിക്രി വീഡിയോ കാസറ്റ്സൊക്കെ ചെയ്യുമ്പോൾ ഞാനും ദിലീപും ചേർന്നിട്ട് ദിലീപ് ലാൽ എന്നുള്ള പേരിൽ മിമിക്രി വീഡിയോ കാസറ്റ്സ് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ മിമിക്രിയിൽ അങ്ങനെ മിമിക്രി വീഡിയോ കാസറ്റിൽ 2 സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. മിമിക്രിയൊക്കെ ചെയ്യുന്ന 2 സ്ത്രീകളെ ഉള്ളൂ. ഒന്ന് ടെസ്നി ഖാന് ശേഷം പ്രസീത മേനോനും. പിന്നെ ഞാൻ സംവിധായകനൊക്കെ ആ മേഖലയിൽ നിന്ന് ആയിട്ടുള്ളൊരു കണക്ഷൻ, ഈ പരിചയമുള്ള ആളുകളായിട്ടൊക്കെയുള്ള ബന്ധമുണ്ട്. പക്ഷെ അതിൽ നിന്ന് സജീവമായിട്ട് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് നിന്ന് മാറി കഴിഞ്ഞതിന് ശേഷം മിമിക്രി രംഗത്ത് വന്ന അടുത്ത തലമുറയിലുള്ള ആളാണ് സുബി സുരേഷ്. സുബി സുരേഷ് സ്റ്റേജിൽ പൊട്ടിച്ചിരിയുടെ എന്താ പറയണ്ട, പൊട്ടിച്ചിരി സൃഷ്ടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ്, ഭയങ്കര കൗണ്ടർ ഡയലോഗ്സ് ആണ്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റാണ്. അവൾ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മിമിക്രിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ 5-6 കുളിസീനൊക്കെ അഭിനയിക്കുമ്പോൾ മാഡത്തിന് പനി ഉണ്ടാവത്തില്ലേ? ഓ, അതെങ്ങനെ വരാൻ? എനിക്ക് പണ്ട് അല്ല, ഞങ്ങൾക്ക് വീട്ടിൽ എനിക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബോട്ടിങ് എന്റെ ഹോബിയായിരുന്നു. ശരി. ഈ നവരസത്തെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം? എനിക്ക് വലിയ ഇഷ്ടമില്ല. എനിക്ക് തക്കാളി രസമാട്ടോ ഇഷ്ടം, നല്ല കുരുമുളകൊക്കെ ചേർത്ത്. അപ്പോൾ ഞാൻ മറ്റ് മിമിക്രിക്കാരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ട്, ഇപ്പോൾ തോമസ് തോപ്പിൽക്കുടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആളുകൾ നേരത്തെ ഇവരുടെ മിമിക്രി ഇതൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് ഈ തോമസ് തോപ്പിൽക്കുടിയും ഹരിശ്രീ യൂസഫ്, തോമസ് തോപ്പിൽക്കുടി, ആ കാലത്ത് പിന്നെ ഏലൂർ ജോർജ്, അവരൊക്കെ ഈ തമാശകൾ എഴുതുകയും ചെയ്യും. അങ്ങനെ ഉള്ള ഗ്യാങ് ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പിന്നീടും ഇപ്പം മിമിക്രിയിൽ നിന്ന് ദിലീപും അബിയും ഒക്കെ സിനിമയിലേക്ക് വന്നു. അബി അപ്പോഴും മിമിക്രിയിൽ തുടർന്നു, ദിലീപ് മിമിക്രി വിട്ടു, സിനിമയിൽ വന്നു. ഹരിശ്രീ അശോകൻ സിനിമയിലേക്ക് മാറി, മച്ചാൻ വർഗീസ് സിനിമയിൽ ബിസിയായി. അങ്ങനെ കുറേ പേര് സിനിമയിൽ ബിസിയായി കഴിഞ്ഞ് പുതിയ ഒരു തലമുറ മിമിക്രി രംഗത്തേക്ക് വന്നു. അതിൻ്റെ കൂട്ടത്തിൽ വന്ന ആളാണ് സുബി സുരേഷ്. പക്ഷേ ഇവരൊക്കെ ആയിട്ട് എനിക്ക് പരിചയവും ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കണ്ടുമുട്ടുമ്പോൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ സുബി ഉണ്ടാവും കൂടെ. അപ്പോൾ സുബീനെ അവർ പരിചയപ്പെടുത്തുക. അങ്ങനെ സുബിയും ഞാനും നല്ല പരിചയമായി. അത് സുബിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്, മീശമാധവൻ എന്ന് പറയുന്ന സിനിമയുടെ 202-ാം ദിന ആഘോഷം എറണാകുളത്ത് നടക്കുകയാണ്. മീശമാധവൻ്റെ 202-ാം ദിന ആഘോഷവും പട്ടാളം എന്ന് പറയുന്ന അതേ പ്രൊഡ്യൂസേഴ്സിൻ്റെ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പട്ടാളം എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിയോ ലോഞ്ചും ഒരേ ദിവസം ഒരേ സ്ഥലത്ത് വെച്ചിട്ട് എറണാകുളത്ത് ആഘോഷിക്കുകയാണ്. ദാസേട്ടനടക്കമുള്ള, മമ്മൂക്കയും ദാസേട്ടനടക്കമുള്ള എല്ലാവരും ഉണ്ട്, ദിലീപും കാവ്യമാധവനും ഉണ്ട്, മീശമാധവനിൽ അഭിനയിച്ച ആളുകളല്ല, എല്ലാ നടീനടന്മാരും ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്.
അവർക്കൊക്കെയുള്ള ഷീൽഡ് വിതരണം, ഇതിൻ്റെ പട്ടാളത്തിൻ്റെ ഗാനങ്ങളുടെ അവതരണം എന്നൊക്കെ തുടങ്ങി പറഞ്ഞിട്ടുള്ള ഒരുപാട് ദീർഘിച്ച ഒരു പരിപാടിയാണ്. പട്ടാളത്തിൻ്റെ ഫൈനൽ വർക്കുകളുടെ ഇടയിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് സുധീഷും സുബൈറും ഒക്കെ കൂടിയിട്ടാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. എൻ്റെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഒക്കെ ഈ വർക്കിനിടയിൽ നിന്ന് വന്നുകൊണ്ട് ഒരു കുറച്ച് ഒരു ടൈം മാനേജ് ചെയ്യുന്നതിലൊക്കെ ചെറിയ വീഴ്ചകൾ പറ്റിയ ഒരു പരിപാടിയായിരുന്നു അത്. അതിൽ പല ആളുകൾക്കും ഈ മീശമാധവൻ്റെ ഷീൽഡ് കിട്ടിയില്ല. കാരണം ഈ ചെറിയ റോളുകളിൽ അഭിനയിച്ച എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഇത് കൊടുക്കാൻ ഇത് തികഞ്ഞല്ലേ. ഇവരെ ഇതൊരു മരത്തിൽ കൊത്തുപണിയൊക്കെ ആയിട്ടുള്ള സാധനമാണ്. അത് ഏറ്റെടുത്ത ആൾ അതിന് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. മെറ്റലൊക്കെ ആണെങ്കിൽ എനിക്ക് വേണം അച്ചലൊക്കെ ചെയ്യുന്നതാണ്. ഇത് എല്ലാം ഓരോന്നും കാർവ് ചെയ്തെടുക്കണം. മരത്തിലുള്ള ഒരു മാധവൻ്റെ മുഖമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ കുറേ പേർക്ക് കിട്ടിയില്ല. അതിൻ്റെ കരച്ചിൽ, സങ്കടം, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരിപാടിയൊന്ന് വലിയ തുടങ്ങിയപ്പോൾ എനിക്കിത് ഏറ്റെടുക്കേണ്ടി വന്നു. ഞാൻ നേരെ സ്റ്റേജിലേക്ക് കയറി ഒരു പ്രോഗ്രാം കഴിയുമ്പോഴേക്കും അടുത്ത പരിപാടിക്കുള്ള ആൾക്കാരെ റെഡിയാക്കണം, ഫാസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില സ്കിറ്റുകളുണ്ട്. മീശമാധവനിലെ പാട്ടുകൾ സിംഗേഴ്സ് പാടുന്നുണ്ട്, ചിങ്ങമാസം ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഗ്രാമുകളും ഇങ്ങനെ മാറി മാറി നടക്കുമ്പോൾ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൻ്റെ സൈഡിലുള്ള ഇവർ ഡ്രസ്സ് മാറുകയും സ്റ്റേജിലേക്ക് കയറുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രീൻ റൂം പോലുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ ഇരുന്നിട്ട് ഞാൻ അടുത്ത ബാക്കിയുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ സ്കിറ്റ് നടക്കുകയാണ്. സ്കിറ്റിൽ ഈ സുബിയും സുരേഷും വേറെ ടിനി ടോമൊക്കെ ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ സ്കിറ്റിനിടയിൽ നിന്ന് സുബി ഓടി ഇങ്ങോട്ട് ഈ ഗ്രീൻ റൂമിലേക്ക് വന്നത് വെച്ചാൽ അടുത്ത അവിടെ എന്തോ ടിനി സ്റ്റേജിൽ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിനുള്ളിൽ ഇവള് വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോകണം. നൈറ്റി പോലെ എന്തോന്ന് ഇട്ടിരിക്കുന്നത്, അത് മാറ്റിയിട്ട് പുതിയ നൈറ്റി വേറെ നൈറ്റി ഇട്ടിട്ട് പോകണം. അത് എന്തോ സ്റ്റേജിൽ ഇതാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവള് ഓടി വന്നിട്ട് നേരെ ഈ നൈറ്റി ഇങ്ങനെ ഊരി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ കാണുന്നത്. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഞാനും ഞെട്ടി, അവളും ഞെട്ടി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ആലോചിക്കാൻ നേരമില്ല. എനിക്ക് എഴുന്നേറ്റ് മാറാനോ ഓടാനോ ഒന്നും സമയമില്ല. പുള്ളിക്കാരി ഒരു സെക്കൻഡ് സ്റ്റക്കായിട്ട് ആ നൈറ്റി അവിടെ ഇട്ടിട്ട് അടുത്ത നൈറ്റി എടുത്തിട്ടിട്ട് കൂളായിട്ട് സ്റ്റേജിലേക്ക് കയറി അവളവിടെ പോയിട്ട് പെർഫോം ചെയ്തു. ഒരു പെൺകുട്ടിയാണ്, അന്ന് വളരെ ചെറുപ്പമാണ്. പെട്ടെന്ന് ഒരാളുടെ ഒരു അന്യ പുരുഷൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ഡ്രസ്സ് ഊരുന്ന ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത മൊമെൻ്റാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ബേജാറായി ആ സ്റ്റേജിലേക്ക് തിരിച്ചു കയറേണ്ട ടൈമിംഗ് ഒക്കെ തെറ്റി ആകെ കുഴപ്പമാകുമായിരുന്നു. പക്ഷെ സുബി എന്ന് പറയുന്ന ആൾ എത്രമാത്രം പ്രൊഫഷണലാണെന്നുള്ളത് മനസ്സിലാക്കിയൊരു മൊമെൻ്റാണത്. അതല്ല പ്രശ്നം, സ്റ്റേജിൽ കയറേണ്ടതാണ് എന്നുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ പിന്നീട് എൽസമ്മ എന്ന ആൺകുട്ടി, അപ്പോൾ പലപ്പോഴും സുബീനെ കാണാം. ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ നമ്മൾ ദുബായിലൊക്കെ പോകുമ്പോൾ ആ പ്രോഗ്രാമിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ കാണാറുണ്ട്. എയർപോർട്ടുകളിൽ വെച്ച് കാണും. ഇവർ വേറെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടാവും, ഞാൻ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ എയർപോർട്ടിൽ കാണാൻ എവിടേക്ക് പോകണം സാറേ, എന്താ പരിപാടി എന്ന് ചോദിക്കും. അവർ ഞങ്ങൾ പ്രോഗ്രാമിന് പോവുകയാണെന്നൊക്കെ പറയും. അങ്ങനെ ഉള്ള ഒരു പരിചയമുണ്ട്. അങ്ങനെ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ക്യാരക്ടർ വന്നു. ജഗതി ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ചെയ്യേണ്ട, ഹ്യൂമറും ഒക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട ഒരു കഥാപാത്രം. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായില്ല അത് ആരാ ചെയ്യേണ്ടത്. സുബീനെ വിളിച്ച് സുബി വന്നു. എൽസമ്മ എന്ന ആൺകുട്ടിയിൽ സുബിയും ജഗതി ചേട്ടനായിട്ടുള്ള സീനുകൾ ഭയങ്കര ഹിലേരിയസ് ആയിരുന്നു. നല്ല ആ തമാശകളൊക്കെ തിയേറ്ററിൽ വർക്കൗട്ടായി. ഗുഡ് മോർണിംഗ്. എനിക്ക് വേണ്ട. എന്നും രാവിലെ ഞാനിങ്ങനെ ഓടി വരുന്നേ, നിനക്കിത് തരാനാ. ഞാനും തരും ഈ ചൂലുകൊണ്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് സൈനബ. ഇപ്പൊ എനിക്ക് വിശ്വാസായി എന്ത് ഇത് സ്വപ്നമല്ലെന്ന്. കൊച്ചു കള്ളൻ, എനിക്ക് ഇഷ്ടാട്ടോ. എന്നിട്ടാണോ രാവിലെ ഞാൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ? അത് പിന്നെ പബ്ലിക്കായിട്ട് അതും ഇതും പറയുമ്പോഴല്ലേ എനിക്ക് ദേഷ്യം വരുന്നത്. ആ മനസ്സിലുള്ളത് ഒരു വെള്ള പേപ്പറിലാക്കി എനിക്ക് എഴുതി തന്നൂടെ? അങ്ങനെ
ആ സിനിമ ഇറങ്ങിയ സിനിമയും വിജയിച്ചു. അപ്പം സുബിയായിട്ട് നല്ല അടുപ്പവും പരിചയമൊക്കെ ആയി. ആ സിനിമയിലോട് കൂടുതൽ അടുപ്പമായി. സുബിയുടെ അമ്മയായിട്ട് നല്ല പരിചയമായി. അങ്ങനെ പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ അങ്ങനെ കാണും, സ്റ്റേജ് ഷോകളും അങ്ങനെയൊക്കെ ആയിട്ട് കാണും. അങ്ങനെ ഒരിക്കൽ മായ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, മായയും രാജേഷും. അവർ രണ്ടുപേരും ലണ്ടനിലാണ്. അതിൽ മായ ഒരിക്കലും ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാലേട്ടൻ എറണാകുളത്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം, ഒന്ന് ലാലേട്ടൻ്റെ വണ്ടി തരണം. അപ്പോൾ ഞാൻ ഒന്ന് തരാം, വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ വന്ന ദിവസം എൻ്റെ ഡ്രൈവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഞാൻ ഡ്രൈവ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇവർ പറഞ്ഞു അയ്യോ അത് ഈ പോകുന്ന ആളെ ലാലേട്ടനെ അറിയുന്നതാണ്, അപ്പോൾ അവിടെ പോകാൻ കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ കുഴപ്പമുള്ള ഒരു സ്ഥലം ഏതാ? അപ്പോൾ പറഞ്ഞു സുബിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, സുബി സുരേഷിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ലണ്ടനിൽ അവർ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ മായയും ആ സിനിമയിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മായയും സുബിയും ഭയങ്കര ഫ്രണ്ട്സായി. അപ്പോൾ സുബിക്കുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പം, ഞങ്ങൾ നല്ല പരിചയക്കാരാണ്, കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ പുതിയ വീട് വെച്ചു അവിടെ താമസിക്കുന്നത്. അങ്ങനെ അഡ്രസ്സൊക്കെ കിട്ടി, അഡ്രസ്സൊക്കെ തന്നു. അങ്ങനെ അത് ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഞാൻ മായയും കൊണ്ട് സുബിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സുബിക്ക് ആദ്യം മായ ഇറങ്ങിയിട്ട് പറഞ്ഞു ഒരാളും കൂടി ഉണ്ട്, ഡ്രൈവറുണ്ട്, ഞാനൊന്ന് അകത്തേക്ക് വിളിച്ചോട്ടെ, അയാൾക്ക് സുബിയുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് പറയണം. അതിനെന്താ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങി ചെല്ലാണ്ട് സുബി ഞെട്ടിപ്പോയി. ഭയങ്കര അത്ഭുതമായി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ പുതിയ വീടാണ്. അപ്പോൾ ആ വീട് ഒക്കെ കാണിച്ചു തന്നു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് വലിയ സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ സുബിക്ക് ഒരു കല്യാണക്കാര്യമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു സാറേ എന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെയുള്ള തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു. ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം സുബി പെട്ടെന്ന് ന്യൂമോണിയ എന്തോ വന്നു, സുബി മരിച്ചു. അപ്പോൾ ഇത് എന്നുവെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, എൽസമ്മയ്ക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സുബിയെ അവസാനമായിട്ട് കാണാൻ പോയതുപോലെ ഭയങ്കര ഒരു ചില ആളുകളുമായിട്ട് നമുക്കെന്തോ ഒരു മുജന്മ ബന്ധമുണ്ടെന്ന് തോന്നും. കാരണം അവസാന നിമിഷങ്ങളിൽ എങ്ങനെയെങ്കിലും നമ്മൾ അവരെ മീറ്റ് ചെയ്യും. എത്ര കാലം ഇടവേള വന്നാലും അവർ വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് കൃത്യമായി നമുക്ക് കാണാനൊരു അവസരം ഉണ്ടാകും. സുബിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, മായ അന്ന് വന്നപ്പോൾ വീട്ടിൽ സജി ഉണ്ടായിരുന്നെങ്കിൽ, ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിൽ അവൻ കൊണ്ടുപോയതിന് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ സുബിയെ അവസാനമായിട്ട് കാണാൻ എനിക്കൊരു യോഗം ഉണ്ടായിരുന്നു.